ഓക്കെ, നമസ്തേ. ഇത് ചാപ്റ്റർ 2 രണ്ടാമത്തെ ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇനി അങ്ങോട്ട് നല്ല രസകരമെന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമൂഹ്യ സംഘങ്ങൾ എന്ന് പറയുന്ന ഒരു പുതിയ പദവും ആ പദത്തിന്റെ അർത്ഥം എന്ത്, അതിന്റെ സങ്കല്പനം എന്ത് എന്നുള്ളതുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സാമൂഹ്യ സംഘം എന്ന് പറയാം. അപ്പൊ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ സാമൂഹ്യ സംഘങ്ങള് വ്യത്യസ്തരായിട്ടുള്ള സമൂഹ ശാസ്ത്രജ്ഞര് തരംതിരിച്ചു വെച്ചിട്ടുണ്ട്. ആ തരംതിരിവുകൾ ഏതെല്ലാം, എന്താണ് സാമൂഹ്യ സംഘം, ഉദാഹരണങ്ങള്, തരങ്ങൾ ഒന്നൊന്നായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ പുതിയ പദങ്ങൾ പഠിക്കുമ്പോൾ ഓരോ സമൂഹശാസ്ത്രജ്ഞരും കണ്ടുപിടിച്ചു വച്ചിരിക്കുന്ന നിർവചനം ഉണ്ടായിരിക്കും. അപ്പൊ ആ നിർവചനം തന്നെ നമ്മൾ കൃത്യമായിട്ടും കാണാതെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി സാമൂഹ്യ സംഘങ്ങൾ എന്ന് പറഞ്ഞ സാധാരണ എസ് എ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുക, 8 മാർക്കിനൊക്കെ ചോദിക്കുക, സാമൂഹ്യ സംഘങ്ങൾ എന്നാൽ എന്ത്, സംഘത്തിന്റെ സവിശേഷത എന്താണ്, ഉദാഹരണ സഹിതം വിവരിക്കുക എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ 4 മാർക്ക് 6 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ സാമൂഹ്യ സംഘത്തിന്റെ നിർവചനമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നിർവചനം 2ാമത്തെ പാരഗ്രാഫിലാണ്. എല്ലാ സമൂഹങ്ങളും സംഘജീവിതം നയിക്കുന്നു. ഏത് സമൂഹം നോക്കിയാലും എല്ലാവർക്കും സംഘങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാവരും കൂട്ടത്തോടു കൂടി ആയിരിക്കും കഴിയുന്നത്. സംഘം എന്ന് പറയുമ്പോൾ കൂട്ടം എന്നാണ് അതിന്റെ അർത്ഥം. ഗ്രൂപ്പ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു. അപ്പൊ ചില സ്ഥലങ്ങളിൽ അതിന് മലയാളത്തിൽ ഗ്രൂപ്പ് എന്ന് എഴുതിയും നമ്മൾ പറയുന്നുണ്ട് ഈ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ. അപ്പൊ എല്ലാ സമൂഹങ്ങളും സംഘജീവിതം നയിക്കുന്നുണ്ട്. ഓരോ സംഘത്തിന്റെയും സംഘടന സാമൂഹിക സാഹചര്യം അനുസരിച്ച് വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ സംഘത്തിന്റെയും അകത്തുള്ള ഘടന ഓരോ സമൂഹത്തിന് വ്യത്യാസമായിരിക്കും. അപ്പോ ചിലപ്പോ കുടുംബത്തിന്റെ ഘടന ആയിരിക്കില്ല മറ്റേതെങ്കിലും ഒരു സാമൂഹ്യ സംഘത്തിനുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കുടുംബത്തിന്റെ ഘടന തന്നെ ആവണമെന്നില്ല അമേരിക്കയിലുള്ള സാമൂഹ്യ സംഘമായ ഒരു കുടുംബത്തിന്റെ ഘടന എന്ന് പറയുന്നത്. അപ്പൊ ഓരോ സംഘത്തിന്റെയും ഘടന സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് വ്യത്യാസമാണ്. കുടുംബത്തിന്റെ ഘടനയും അതുപോലെ മറ്റൊരു സാമൂഹ്യ സംഘമായ ഒരു ചങ്ങാതിക്കൂട്ടത്തിന്റെ ഘടനയും വ്യത്യാസമായിരിക്കും. അപ്പൊ ഓരോ സംഘത്തിന്റെയും ഘടന വ്യത്യസ്തമാണ്. അത് സ്ഥലം അനുസരിച്ചും മാറാം, സംഘങ്ങൾ മാറുന്നതിനനുസരിച്ചും ഘടന മാറാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ എന്താണ് സാമൂഹ്യ സംഘം എന്ന് സമൂഹ ശാസ്ത്രജ്ഞർ കണ്ടുവച്ചിരിക്കുന്ന നിർവചനങ്ങളിലേക്ക് പോകാം. 2 അതിലധികമോ ആളുകൾ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുമ്പോൾ സാമൂഹ്യ സംഘം ഉണ്ടാകുന്നു. അതാണ് ഒരു സമൂഹ ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്ന നിർവചനം. 2 അതിലധികമോ ആളുകൾ. അപ്പൊ അത് ശ്രദ്ധിക്കണം, ഒരാൾ പോരാ, ഒരു സംഘം ഉണ്ടാകണമെങ്കിൽ 2 അല്ലെങ്കിൽ അതിലധികം ആളുകൾ നേരിട്ടോ അല്ലാതെയോ, മുഖത്തോട് മുഖം നോക്കി തന്നെ അവർക്ക് ബന്ധമുണ്ടാകണമെന്നില്ല, നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുമ്പോൾ സാമൂഹ്യ സംഘം ഉണ്ടാകുന്നു. ഇനി ഈ ആശയവിനിമയം കുറച്ചു നാള് വേണം. ഒരു ദിവസം എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞ് ആശയവിനിമയം നടത്തി എന്ന് പറഞ്ഞത് സംഘമാകുന്നില്ല. അപ്പോ 2 അതിലധികമോ ആളുകൾ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുകയോ ആശയവിനിമയം നടത്തുകയോ ചെയ്യുമ്പോഴത് സാമൂഹ്യ സംഘമാകുന്നു. When 2 or more people live in direct or indirect contact and communication, a social group emerges എന്നാണ് പറയുന്നത്. 2 അതിലധികമോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ കോണ്ടാക്റ്റും കമ്മ്യൂണിക്കേഷനും ഉണ്ടാകുമ്പോൾ എന്ത് എമർജ് ആകുന്നു, സോഷ്യൽ ഗ്രൂപ്പ് എമർജ് ആകുന്നു എന്ന് പറയുന്നു. ഇനി നിർവചനം കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ജനങ്ങളുടെ എല്ലാ ഒത്തുചേരലുകളും സാമൂഹ്യ സംഘമല്ല എന്ന് പറയുന്നു. ജനങ്ങൾ ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഒത്തുചേർന്നാൽ എല്ലാത്തിനെയും നമുക്ക് സാമൂഹ്യ സംഘം എന്ന് പറയാൻ പറ്റില്ല. 2 അതിലധികമോ ആളുകള് എവിടെയെങ്കിലും വന്ന് ഒന്നിച്ചു ചേർന്ന് ആശയവിനിമയം നടത്തുമ്പോൾ നമുക്ക് അതിനെ സംഘം എന്ന് പറയാൻ പറ്റില്ല. അതെന്താണെന്ന് നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ജനങ്ങളുടെ എല്ലാ ഒത്തുചേരലുകളും എന്തല്ല, സാമൂഹ്യ സംഘം അല്ല. അന്യോന്യം നിശ്ചിത ബന്ധമില്ലാതെ ഒരേ സമയം ഒരേ സ്ഥലത്ത് ഒന്നിച്ചു ചേരുന്ന ജനമാണ് സഞ്ചയം.
അപ്പൊ ഇവിടെയും രണ്ടോ അതിലധികമോ ആളുകൾ ഒന്നിച്ചു ചേരുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ജനങ്ങളുടെ ഒത്തുചേരല്, നിങ്ങൾ ഇപ്പൊ പെരുങ്ങോത്ത് സ്കൂളിൽ വന്നിട്ട് പിന്നെ പാടിയോട്ടിയാലിലോട്ട് പോവുകയാണ്, ബസ്സിൽ കയറി. ഒരു വലിയ വളവിന്റെ അടുത്ത് വെച്ച് ഒരു ബൈക്കും ഒരു കാറും കൂടെ ആക്സിഡന്റ് ആകുന്നു. ഈ ബസ് നിർത്തിയപ്പോ ബസ് അവിടെ നിർത്തിയിരിക്കുന്നു. ബസ്സിലുള്ള ആളുകളെല്ലാം ഇറങ്ങി നോക്കി. കാരണം പാടിയോട്ടിയാലാണ്, നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും നമുക്ക് ഉണ്ടോ, ആരാണ് എന്നൊക്കെ അറിയാൻ ബസ്സിലുള്ള ആളുകൾ എല്ലാവരും കൂടെ ചാടി ഇറങ്ങി. പിന്നെ അതുവഴി കടയിലേക്ക് പോകുന്ന ആരെങ്കിലും ഒരാൾ, ഉദാഹരണത്തിന് ഇപ്പൊ കീർത്തന പാടിയോട്ടിയാലെന്ന് പെരുങ്ങോത്ത് കടയിലേക്ക് വരുമായിരുന്നു. ഈ ആക്സിഡന്റ് കണ്ടിട്ട് കീർത്തന ബൈക്കിലാണ് വരുന്നത്, അച്ഛന്റെ കൂടെ ബൈക്കിൽ കയറി വരുന്നു. കീർത്തന ഇറങ്ങുന്നു, ഈ ആക്സിഡന്റ് സ്ഥലത്തേക്ക് പോയി നോക്കുന്നു. കുറച്ചിപ്പുറത്ത് വീണ്ടും ഒരു ഇപ്പുറത്തെ സൈഡിൽ പെരുങ്ങോത്തുനിന്ന് വയക്കരയിലേക്ക് പോകുന്ന ആരാണ്? അനൂജ് പെരുങ്ങോത്തുനിന്ന് വയക്കരയ്ക്ക് പോകുന്നു. അനൂജും ഈ സൈക്കിളിൽ പോവുകയാണ്. ഇത് കണ്ടിട്ട് അനൂജും അവിടെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു? ആ സ്ഥലത്തേക്ക് നോക്കുന്നു, സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ അവിടെ രണ്ടോ അതിലധികം ആളുകൾ കൂടി ആശയവിനിമയമൊക്കെ നടന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു കൂടിച്ചേരലിന് നമുക്ക് ഒരിക്കലും സാമൂഹ്യ സംഘം എന്ന് പറയാൻ പറ്റില്ല. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സഞ്ചയം അഥവാ അർദ്ധസംഘം അഥവാ ഖാസി ഗ്രൂപ്പ് അഥവാ ജനക്കൂട്ടം. ഇത്രയും പേരുകൾ അതിനുണ്ട്. ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, സഞ്ചയം എന്ന് വിളിക്കാം, അർദ്ധസംഘം എന്ന് വിളിക്കാം, ഖാസി ഗ്രൂപ്പ് എന്ന് വിളിക്കാം, ജനക്കൂട്ടം എന്നും നമുക്ക് പറയാം. ഓക്കെ, അപ്പോ ജനങ്ങളുടെ എല്ലാ ഒത്തുചേരലുകളും സാമൂഹ്യ സംഘമല്ല. ഒരു അപകട സ്ഥലത്ത് ഓടിക്കൂടുന്ന ജനങ്ങള് ഒരു സാമൂഹ്യ സംഘത്തിലെ അംഗങ്ങളാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഈ ഓടിക്കൂടിയ ആളുകള് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു സാമൂഹ്യ സംഘമായി മാറാൻ ഉള്ള സാധ്യതകൾ ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ അവിടെ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ആള് നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പോ നിങ്ങൾ നോക്കിയപ്പോ വീട്ടിലേക്ക് വിളിച്ചു, അയാളുടെ പോക്കറ്റിൽ നിന്ന് വീണ ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു, ആരും വരുന്നില്ല, വീട്ടുകാരും വരുന്നില്ല, ആരും എടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ അറിയുന്ന കുറച്ചു പേര് ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നും അതുപോലെ തന്നെ സന്നദ്ധരായിട്ടുള്ള ചില യുവാക്കന്മാരും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് ഈ വ്യക്തിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ആക്സിഡന്റ് ആയിട്ട് കിടന്ന ആളിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവര് പറഞ്ഞു, വീട്ടുകാരുടെ ഒന്നും അറിവിൽ ഒരു വിവരമില്ല, അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അത്യാവശ്യമായിട്ടൊരു ഓപ്പറേഷൻ വേണം, ഒന്ന് ഒപ്പിട്ട് വരണം എന്ന് പറയുന്നു. അപ്പോ ഒന്ന് ഒപ്പിട്ട് കൊടുക്കുന്നു. അപ്പൊ പോലീസ് വരുന്നു, നാളെ സ്റ്റേഷനിലേക്ക് വരണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ അപകടം മനഃപൂർവ്വം ഉണ്ടായതാണ്, ഇതിന് ഇയാൾക്ക് നീതി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ആ കൊണ്ടുവന്ന ആളുകൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു അറിയാതെ തന്നെ എന്തോ രൂപീകരിക്കാൻ സാധ്യതയുണ്ട്. ഒരു സാമൂഹ്യ സംഘം അവിടെ രൂപീകൃതമാകുവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു അർദ്ധസംഘം അല്ലെങ്കിൽ ഒരു സഞ്ചയം അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടം ചിലപ്പോൾ സാമൂഹ്യ സംഘമായി മാറാം. സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ അതൊരു സാമൂഹ്യ സംഘമായി മാറാം. ഇനി അപ്പൊ എന്താണ് സഞ്ചയം എന്നുള്ളത്? അന്യോന്യം ജനങ്ങളുടെ എല്ലാ ഒത്തുചേരലുകളും സാമൂഹ്യ സംഘമല്ല. അന്യോന്യം നിശ്ചിത ബന്ധമില്ലാതെ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഒന്നിച്ചു ചേരുന്ന ജനമാണ് എന്ത് സഞ്ചയം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പൊ ഞാൻ ആക്സിഡന്റിന്റെ ഉദാഹരണം എല്ലാ വർഷങ്ങളിലും കുട്ടികൾക്ക് പറയുന്നതാണ്. അപ്പൊ അത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ശരിക്ക് സോഷ്യോളജിക്കലി നോക്കിയാൽ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഉദാഹരണങ്ങൾ, ഇപ്പൊ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ വന്ന് നിൽക്കുന്നവര്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റില് സാധനങ്ങൾ വാങ്ങാൻ വരുന്നവര്, ഒരു സിനിമാശാലയിൽ കൂടി നിൽക്കുന്ന ജനങ്ങള്, പിന്നെ വർഗങ്ങൾ, അതായത് പണക്കാര്, ലോകത്തുള്ള എല്ലാ പണക്കാരും, ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും, ലോകത്തുള്ള എല്ലാ ആണുങ്ങളും, ഇതൊക്കെ സംഘങ്ങളാണ്. ഇതൊക്കെ ഒരു വലിയ വലിയ ജനങ്ങളുടെ കൂട്ടങ്ങളാണ്. പ്രായ സംഘങ്ങൾ, ഒരേ പ്രായത്തിൽപ്പെട്ടവര്. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്? ഇതിന് നമുക്ക് ശരിക്കും സംഘം എന്ന് വിളിക്കാൻ പറ്റില്ല. നമ്മൾ ലിംഗസംഘം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് സംഘം അല്ല. മനസ്സിലായല്ലോ? ഇവരൊക്കെ എന്താണ്? അർദ്ധസംഘമാണ് അല്ലെങ്കിൽ സഞ്ചയമാണ്. കാരണം ഇവരാരും ഒത്തുകൂടുന്നില്ല. ഇവർക്ക് എന്തില്ല? ഇവർക്കൊരു ആശയവിനിമയമില്ല. ദീർഘനാളായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഈ വർഗങ്ങൾക്കോ ലിംഗങ്ങൾക്കോ പ്രായസംഘങ്ങൾക്കോ ഒന്നുമില്ല. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഈ ലിംഗസംഘങ്ങളൊക്കെ ചിലപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം?
21 വയസ്സുള്ള ആളുകൾക്ക് വോട്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 21 വയസ്സുള്ള എല്ലാവരും കൂടെ ഒത്തുചേർന്നുകൊണ്ട് ഒരു സംഘം രൂപീകരിക്കുകയും അവർക്ക് വോട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ അത് എന്തായി മാറും? അതൊരു സാമൂഹ്യ സംഘമായിട്ട് മാറുന്നു. മനസ്സിലായാലോ എങ്ങനെയാണ് ഒരു അർത്ഥസംഘം സാമൂഹ്യ സംഘമായി മാറുന്നത്? ഒരു അർത്ഥസംഘം എപ്പോഴെങ്കിലും എന്താ സാഹചര്യം ഒത്തുവന്നാൽ ഒരു സാമൂഹ്യ സംഘമായി മാറാൻ സാധ്യതയുണ്ട് എന്നതാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് എന്നാൽ ഇവ ചിലപ്പോൾ സംഘങ്ങളായി മാറുന്നു. ഇനി നമ്മൾ സഞ്ചയത്തിന്റെ സവിശേഷതകളൊക്കെ നോക്കാം. സഞ്ചയത്തിന്റെ സവിശേഷത പറഞ്ഞിട്ടാണ് നമ്മൾ എന്തിന്റെ സവിശേഷതയിലേക്ക് പോകുന്നത്? ഗ്രൂപ്പിന്റെ സവിശേഷതയിലേക്ക് പോകുന്നത്. അപ്പോ സംഘത്തിന്റെ സഞ്ചയത്തിന്റെ സവിശേഷതകൾ അഥവാ ക്വാസി ഗ്രൂപ്പിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷിൽ നമുക്ക് പറയുകയാണെങ്കിൽ നോ സ്ട്രക്ചർ ഓർ ഓർഗനൈസേഷൻ, ഒരു ഘടനയുമില്ല, സംഘാടനം എന്നാണ്, സംഘാടമോ എന്ന് എഴുതിയേക്കുന്നത്. ഇവിടെ ഒരു തിരുത്തുണ്ട്. സംഘാടനമോ അതുപോലെ തന്നെ സ്വഭാവമോ ഇല്ല. വെറുതെ ഉള്ളൊരു കൂട്ടം. ഘടനയോ സംഘടനയോ എന്ന് എഴുതിയാലും മതി. ഘടനയോ സംഘടനയോ ഇല്ല. അംഗങ്ങൾക്ക് സംഘം ചേരലിനെ കുറിച്ച് അല്ലെങ്കിൽ അംഗത്വത്തെ കുറിച്ച് അറിവില്ല. ഒരു ഗ്രൂപ്പാണ് എന്നുള്ള ബോധമൊന്നുമില്ല. അവര് വെറുതെ ഒന്നിച്ചു കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഒത്തുചേരൽ എന്ന് അവനവന്റെ കാര്യത്തിനായി ഒരു സ്ഥലത്ത് ഒന്നിച്ചു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്ഥലത്ത് ഒരേ സമയത്ത് ഒത്തുചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഒരു കോമൺ ആയിട്ടുള്ള ലക്ഷ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനോ ഒന്നും അല്ല. അപ്പൊ അംഗങ്ങൾക്ക് സംഘം ചേരലിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധം ഉണ്ടാകാം, അല്ലെങ്കിൽ അംഗത്വത്തെ കുറിച്ച് അറിവ് ഉണ്ടായിരിക്കില്ല. ബോധം കാണാം, ബോധം ഇല്ലാതെയും ഇരിക്കാം. ഘടനയില്ല. ഒരാൾ നേതാവെന്നോ അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ, ഇയാൾ പറയുന്ന അയാൾ കേൾക്കണം, അങ്ങനെയൊന്നും അതിനൊരു സ്വഭാവമോ ഒന്നും തന്നെ ഇല്ലാതാണ് സഞ്ചയം എന്ന് പറയുന്നത്. അപ്പൊ നോ സ്ട്രക്ചർ ഓർ ഓർഗനൈസേഷൻ ആൻഡ് മെമ്പേഴ്സ് ഹാവ് നോ വി ഫീലിംഗ് ഓർ അവെയർ ഓഫ് സച്ച് ഗ്യാതറിങ്സ്. അവർക്ക് നമ്മൾ എന്നൊരു ഫീലിംഗ് ഒന്നുമില്ല. നമ്മളൊരു സംഘത്തിലാണ് അങ്ങനത്തെ ഫീലിംഗ് ഒന്നും അവർക്ക് ഇല്ല. ഇനി അർത്ഥസംഘങ്ങൾക്ക് സാമൂഹ്യ സംഘങ്ങളാകാനുള്ള സാഹചര്യം വന്നാൽ അത് സാമൂഹ്യ സംഘം ആകുന്നു. ഉദാഹരണത്തിന് ലിംഗസംഘങ്ങളായ സഞ്ചയങ്ങൾ ഏതെങ്കിലും ലക്ഷ്യം നേടാനായിട്ട് എന്ത് ചെയ്യാം? സാമൂഹ്യ സംഘമായി മാറുവാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ല? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളോട് എന്തെങ്കിലും ഒരു അനീതി ഒരു സമൂഹത്തിൽ ഉണ്ടാകണം. അപ്പൊ ഒരു വിഭാഗം ആൾക്കാർ, പെണ്ണുങ്ങളെല്ലാവരും കൂടെ ഒന്നു ചേർന്ന് ഒരു ഓർഗനൈസേഷൻ, ഒരു പ്രസ്ഥാനം ഒക്കെ ഉണ്ടായി ഒരു സാമൂഹ്യ സംഘമായി മാറാം. ആക്സിഡന്റ് സ്ഥലത്തുള്ള കാര്യവും പറഞ്ഞു. അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് നോക്കാം. റെയിൽവേ സ്റ്റേഷനിൽ സ്ഥിരമായിട്ട് ടിക്കറ്റ് തരുന്ന ലേഡി നമ്മോട് മോശമായിട്ട് പെരുമാറുന്നു. നമ്മളെ ഒരുപാട് നേരം കാത്തു നിർത്തിക്കുന്നു. നമ്മൾ കാത്തു നിന്ന് നമ്മുടെ ട്രെയിൻ പോകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം? സ്ഥിരം ടിക്കറ്റ് എടുക്കാൻ വരുന്നവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു സംഘം രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ ആ ഒരു സംഘത്തിന് നേരത്തെ ജസ്റ്റ് ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ അവിടെ അതിനൊരു പ്രത്യേക സ്വഭാവമൊന്നുമില്ല, ഒരു ഘടനയൊന്നുമില്ല. ആർക്കും നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വരുന്നവർ എന്നുള്ള ഒരു ഫീലിംഗ്, നമ്മളെന്ന ഫീലിങ്ങോ, നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വരുന്നവരെല്ലാം ഒന്ന്, അങ്ങനത്തെ ഒരു ഫീലിങ്ങും അവിടെ ഇല്ല. പക്ഷെ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു പൊതുവായ ലക്ഷ്യം നേടുന്നതിനായി ഈ റെയിൽവേ കൗണ്ടറിൽ നിൽക്കുന്ന എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു സാമൂഹ്യ സംഘം രൂപീകൃതമാകുവാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? ഇനി അപ്പൊ ഇതിന് ഉദാഹരണമായിട്ട് ലിംഗസംഘങ്ങൾ, ജാതി സംഘങ്ങൾ, വർഗ സംഘങ്ങൾ എല്ലാം സമൂഹത്തിൽ ഇങ്ങനെ സാമൂഹ്യ സംഘങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ വർഗ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായത് ഇത്തരത്തിൽ വർഗങ്ങളോട് അനീതി കാണിക്കുമ്പോഴാണ് വർഗങ്ങൾ എല്ലാവരും കൂടെ ഒന്നു ചേർന്നുകൊണ്ട് സാമൂഹ്യ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ക്വാസി ഗ്രൂപ്പ് അഥവാ അർത്ഥസംഘം അതെന്താണെന്ന് പറഞ്ഞു, അതിന്റെ സവിശേഷതകൾ അഥവാ ഫീച്ചേഴ്സ് പറഞ്ഞു. പിന്നെ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, ഈ ക്വാസി ഗ്രൂപ്പ് അല്ലെങ്കിൽ അർത്ഥസംഘം ചിലപ്പോൾ എന്തായിട്ട് മാറും? സാമൂഹ്യ സംഘമായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഇനി നേരത്തെ നമ്മൾ സാമൂഹ്യ സംഘത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ഇനി നമ്മൾ സാമൂഹ്യ സംഘത്തിന്റെ സവിശേഷതകൾ നോക്കാം. എന്താണ് ഇതിന്റെ സവിശേഷത? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 6 പോയിന്റേ ഉള്ളൂ. എല്ലാവരും പഠിച്ചു വെക്കും, നല്ലതായിട്ട് കാണാതെ പഠിച്ചു വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സാമൂഹ്യ സംഘത്തിന്റെ സവിശേഷതകൾ. ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നു. അപ്പൊ തുടർച്ചയായ പരസ്പര പ്രവർത്തനം. ഒരു ദിവസം ഒരു ആക്സിഡന്റ് സ്ഥലത്ത് ഒന്നിച്ചു വന്ന് നിന്ന് പോകുന്ന പോലെയുള്ള പ്രവർത്തനമല്ല സാമൂഹ്യ സംഘങ്ങളിലുള്ളത്. സാമൂഹ്യ സംഘങ്ങളിലെ പ്രവർത്തനം വളരെ തുടർച്ചയാണ്. തുടർച്ചയായ പരസ്പര പ്രവർത്തനം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും. ഓക്കെ,
അതായത് സോഷ്യൽ ഗ്രൂപ്പ് ഹാസ് കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ, തുടർച്ചയായിട്ടുള്ള പരസ്പര പ്രവർത്തനമാണ് ഉള്ളത്. 2, ദൃഢമായ പരസ്പര പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിരിക്കും. ദൃഢമായ ലക്ഷ്യം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ സ്ട്രോങ് ആയിട്ട് പരസ്പരം പ്രവർത്തിക്കുന്നു. 3, നമ്മൾ ഒന്ന് എന്ന ബോധമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വി ഫീലിംഗ്, നമ്മൾ എന്ന ബോധം ഉണ്ടായിരിക്കും. ഓക്കെ, മെമ്പേഴ്സ് പൊസസ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് വിത്ത് അതർ മെമ്പേഴ്സ്, ബാക്കിയുള്ളത് നമ്മളെല്ലാം ഒന്ന് എന്നുള്ളൊരു ചിന്ത അവിടെ ഉണ്ടായിരിക്കും. 4, പൊതുവായ താല്പര്യമുള്ള അംഗങ്ങളാണ്. എല്ലാവർക്കും ആരുടെയും സ്വന്തം കാര്യം നേടുന്നതിന് വേണ്ടിയിട്ടല്ല സാമൂഹ്യ സംഘത്തിൽ അംഗമാകുന്നത്. മെമ്പേഴ്സ് ഹാവ് എ കോമൺ ഇൻട്രസ്റ്റ്, ഒരു കോമൺ ഇൻട്രസ്റ്റ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെമ്പേഴ്സ് ആർ ദെയർ ഇൻ ദാറ്റ് സോഷ്യൽ ഗ്രൂപ്പ്. ഇപ്പൊ പൊതുവായ താല്പര്യമുള്ള അംഗങ്ങളാണ്. 5, പൊതുവായ മാനദണ്ഡങ്ങളും മൂല്യങ്ങളും ഉണ്ട്. There are rules and regulations in a social group, and these groups are common, and all the members accept these common norms and values for the welfare of the group. ഗ്രൂപ്പിന്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും ആ കോമൺ നോമും കോമൺ വാല്യൂ, നോം എന്ന് പറയുമ്പോൾ എന്താണ്, എഴുതി വെക്കാത്ത നിയമങ്ങളാണ്. നോംസും വാല്യൂസ് എന്ന് പറയുമ്പോൾ മൂല്യങ്ങളും അവര് അനുസരിക്കുന്നു. മാനദണ്ഡങ്ങളും മൂല്യങ്ങളും ഉണ്ട്. ഇതെല്ലാവരും, എല്ലാ മെമ്പേഴ്സും ഗ്രൂപ്പിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് അനുസരിക്കുന്നു. 6, ഗ്രൂപ്പിന് നിശ്ചിത ഘടനയുണ്ട്. സോഷ്യൽ ഗ്രൂപ്പ് ഹാസ് എ ഡെഫിനിറ്റ് സ്ട്രക്ചർ. ഒരു ലീഡർ ഉണ്ടായിരിക്കും. ഓരോ പണികളും ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇയാള് സാമ്പത്തിക കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഇയാൾ ഈ പണി ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് പ്രത്യേകമായിട്ടും പണികൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഒരു നിശ്ചിത ഘടനയുണ്ട് എന്നുള്ളതാണ്. 6 തുടർച്ചയായ പരസ്പര പ്രവർത്തനം, ദൃഢമായ പരസ്പര പ്രവർത്തനം, നമ്മൾ ഒന്ന് എന്ന ബോധം, പൊതുവായ താല്പര്യം, പൊതുവായ മാനദണ്ഡങ്ങളും മൂല്യങ്ങളും, ഗ്രൂപ്പിന് നിശ്ചിത ഘടനയും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് ഇനിയുള്ളത്, അപ്പൊ നമ്മൾ ഡെഫിനിഷൻ പഠിച്ചു, ക്വാസി ഗ്രൂപ്പ് എന്നത് പഠിച്ചു, ക്വാസി ഗ്രൂപ്പിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു, സോഷ്യൽ ഗ്രൂപ്പ് അഥവാ സാമൂഹ്യ സംഘം ത്തിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു, സോഷ്യൽ ഗ്രൂപ്പ് ഫീച്ചേഴ്സും പഠിച്ചു. 6 ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇനി അങ്ങോട്ട് നമ്മൾ സാമൂഹ്യ സംഘത്തിന്റെ വ്യത്യസ്ത തരങ്ങൾ, ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് എന്നുള്ളതാണ്. അപ്പൊ ഈ ടൈപ്സ് പഠിക്കുമ്പോ അതിന് മുന്നേ ടൈപ്സ് പഠിക്കുമ്പോ ഒരു കാര്യം ആദ്യം മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ നിരവധി ടൈപ്പുകൾ ഉണ്ട്. നമുക്ക് 5 രീതിയിലാണ്, 5 എണ്ണമാണ് നമ്മൾ ഇവിടെ ടൈപ്സിൽ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ 2 സെറ്റാണ് പഠിക്കുന്നത്. ഇത് പല വ്യത്യസ്തരായിട്ടുള്ള സമൂഹ ശാസ്ത്രജ്ഞര്, ഡിഫറെന്റ് സോഷ്യോളജിസ്റ്റുകൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഒന്നാമത്തത് ചെയ്ത ആളല്ല രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. പക്ഷെ എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായതുകൊണ്ട് നമുക്കത് പഠിച്ചാലേ പറ്റും. ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിന് മുന്നേ ഒരു കാര്യം പറയാം. നമുക്ക് ട്രഡീഷണൽ സൊസൈറ്റിയും മോഡേൺ സൊസൈറ്റിയും നമുക്കൊന്ന് നോക്കാം. പരമ്പരാഗത സമൂഹവും ആധുനിക സമൂഹവും തമ്മിൽ ഉള്ള ബന്ധം, തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രധാനമായിട്ടും പരമ്പരാഗത സമൂഹങ്ങളിൽ ആൾക്കാർ തമ്മിൽ, അതായത് ഒരുപാട് ഇത്രയും യാത്രാ സൗകര്യങ്ങളില്ല, ഇത്രയും വികസനമൊന്നുമില്ല, ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള ജനങ്ങൾ തമ്മിൽ വളരെ ഉറ്റ ബന്ധമായിരിക്കും ഉള്ളത്. മുഖാമുഖം ബന്ധമായിരിക്കും. അയൽപക്കങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും കാണുന്നവരായിരിക്കും. പക്ഷെ ആധുനിക സമൂഹത്തിൽ അങ്ങനെയല്ല. ബന്ധങ്ങളൊക്കെ വിദൂരമാണ്. ചിലപ്പോൾ ഒരുപാട് നാളുകൾ കൂടി ആയിരിക്കും അച്ഛനും അമ്മയും തന്നെ കാണുന്നത്. ഇഴയടുപ്പില്ലാത്ത ബന്ധമാണ് ആധുനിക സമൂഹങ്ങളിൽ ഉള്ളത്. അതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു. അതിനുശേഷം നമുക്ക് ആദ്യത്തെ ടൈപ്പിലേക്ക് പോകാം. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്, സാമൂഹ്യ സംഘങ്ങളെ നമ്മള് പ്രാഥമിക സംഘം, ദ്വിതീയ സംഘം എന്നിങ്ങനെ 2ആയിട്ട് തിരിക്കുന്നു. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പ്രാഥമിക സംഘം, ദ്വിതീയ സംഘം. രണ്ടാമത്തത് സമുദായം, അസോസിയേഷൻ അഥവാ സമൂഹം അഥവാ സമാജം. ഇത് 3ഉം ഒരു പേര് തന്നെയാണ് കേട്ടോ. 3 ടെക്സ്റ്റ് ബുക്കിലും 3 രീതിയിലാണ് കിടക്കുന്നത്. സമുദായം അല്ലെങ്കിൽ സമാജമെന്നോ സമൂഹമെന്നോ അസോസിയേഷൻ എന്നോ നമുക്ക് പറയാം. സമുദായം, സമൂഹം എന്ന് നമുക്കിപ്പോ തൽക്കാലം പറയാം. ഓക്കെ. മൂന്നാമത്തത് സ്വഗണം, അന്യഗണം അല്ലെങ്കിൽ അംഗസംഘം, അംഗേതര സംഘം. അംഗസംഘം, അംഗേതര സംഘം. സ്വഗണം സ്വന്തം ഗണം, അന്യഗണം അത് എന്റെ മറ്റൊരു പേരാണ് കേട്ടോ.
ഇനി അടുത്തത് സൂചിത ഗണം അഥവാ പരാമർശ ഗണം. പിന്നെ ഉള്ളത് തുല്യരുടെ ഗ്രൂപ്പ്, അതിന്റെ മറ്റൊരു പേരാണ് പിയർ ഗ്രൂപ്പ്, മറ്റൊരു പേരാണ് ചങ്ങാതി കൂട്ടം. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇതിൽ ഏതും വരും, ഇത് മൂന്നും ഓർത്ത് വയ്ക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇനി ഈ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിലും ആയിട്ട് പഠിക്കും. അപ്പൊ ആദ്യം നമ്മൾ ഏതാണ് പഠിക്കാൻ പോകുന്നത്? ആദ്യം നമ്മള് പ്രാഥമിക സംഘം, ദ്വിതീയ സംഘം. പ്രാഥമിക സംഘത്തിന്റെ ഇംഗ്ലീഷ് പ്രൈമറി ഗ്രൂപ്പ്, ദ്വിതീയ സംഘത്തിന്റെ ഇംഗ്ലീഷ് സെക്കൻഡറി ഗ്രൂപ്പ്. അപ്പൊ സോഷ്യൽ ഗ്രൂപ്പിന് there are different classifications for this social group. The first classification is social group is classified into primary group and secondary group. ഈ പ്രാഥമിക സംഘത്തിന് ഒരു നിർവചനം തന്നത് ആരാന്നറിയോ? ചാൾസ് കൂളി എന്ന് പറയുന്ന ഒരാളാണ്. CH കൂളി എന്ന് പറയും, ചാൾസ് H കൂളി എന്ന് പറയുന്ന ഒരു സമൂഹ ശാസ്ത്രജ്ഞനാണ് പ്രാഥമിക സംഘത്തിനെ കുറിച്ച് പഠിച്ച് അതിന് ആ ഒരു പദവും സങ്കല്പവും ഒക്കെ നമുക്ക് തന്നത്. പ്രാഥമിക സംഘം എന്താണെന്ന് നോക്കാം. മുഖാമുഖ ബന്ധമുള്ള, മുഖാമുഖം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ തമ്മിൽ കാണണം. അടുത്ത ബന്ധമുള്ള, മുഖാമുഖ ബന്ധമുള്ള, ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഉറ്റ ബന്ധമുള്ള, ക്ലോസ് റിലേഷൻഷിപ്പ്. വ്യക്തിനിഷ്ഠമായ, പേഴ്സണൽ ആണ്, പേഴ്സണൽ. സംഘബോധമുള്ള, ഫീലിംഗ് ഉള്ള. അനൗപചാരിക ബന്ധമുള്ള, ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ഉള്ള ചെറിയ ഗ്രൂപ്പുകളാണ് എന്ത് പ്രാഥമിക സംഘം എന്ന് പറയുന്നത്. ഇത്രയും കാണാതെ പഠിക്കും. ഇതെല്ലാം പ്രാഥമിക സംഘത്തിന്റെ എന്താണ് സവിശേഷതകളുമാണ്. മുഖാമുഖ ബന്ധമുള്ള, ഉറ്റ ബന്ധമുള്ള, വ്യക്തിനിഷ്ഠമായ ബന്ധമുള്ള, സംഘബോധമുള്ള, അനൗപചാരിക ബന്ധമുള്ള ചെറിയ ഗ്രൂപ്പുകളാണ് എന്ത് പ്രാഥമിക ഗ്രൂപ്പ്. So primary group is a small group. Members are intimate, face-to-face association, and members have a sense of belonging. Personal and informal relationship is there. An example for primary group is village, family, and neighborhood. പ്രാഥമിക സംഘത്തിന് ഉദാഹരണം കുടുംബം, ചങ്ങാതിക്കൂട്ടം, ഗ്രാമം, അയൽപക്കം ഒക്കെയാണ്. ഈ ആൾക്കാരുമായിട്ട് നമുക്ക് മുഖാമുഖ ബന്ധം. ഇത് പരമ്പരാഗത ഗ്രാമത്തിന്റെ കാര്യമായി പറയുന്നത് കേട്ടോ. പരമ്പരാഗത ഗ്രാമങ്ങളിൽ ഇപ്പം ഗ്രാമത്തിലുള്ളവർക്കും തമ്മിൽ അറിയൂ എന്ന് ടീച്ചറിന് സംശയമാണ്. അപ്പൊ ഗ്രാമം, കുടുംബം, ചങ്ങാതിക്കൂട്ടം ഒക്കെയാണ് മുഖാമുഖ ബന്ധമുള്ള, ഉറ്റ ബന്ധമുള്ള, സംഘബോധമുള്ള, അനൗപചാരിക ബന്ധമുള്ള ചെറിയ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞു പ്രാഥമിക സംഘം. രണ്ടാമത്തത് ദ്വിതീയ സംഘം അഥവാ സെക്കൻഡറി ഗ്രൂപ്പ്. ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ. വ്യക്തിപരമല്ലാത്ത, എന്താണ് ഇംപേഴ്സണൽ, ലക്ഷ്യങ്ങളുള്ള, ഏതെങ്കിലും ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ് ദ്വിതീയ സംഘം ഉണ്ടാക്കിയിരിക്കുന്നത്. താൽക്കാലിക, ടെമ്പററി ആയിരിക്കും. ഔപചാരിക ബന്ധം, ടെമ്പററി എന്ന് പറഞ്ഞാൽ ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കുന്നതല്ല, കുറച്ച് കാലമുണ്ട്. പക്ഷെ പ്രാഥമിക സംഘം എന്നെന്നും നിലനിൽക്കുന്നതാണ്. അപ്പൊ താൽക്കാലിക, ഔപചാരിക ബന്ധമുള്ള ഒഫീഷ്യൽ റിലേഷൻഷിപ്പ് ആയിരിക്കും, ഫോർമൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. വലിയ സംഘങ്ങളാണിവ, സൈസിൽ വലുതുമായിരിക്കും. ഫോർ എക്സാമ്പിൾ ക്ലബിലെ അംഗങ്ങൾ, ട്രേഡ് യൂണിയനിലെ അംഗങ്ങൾ, ഗവൺമെന്റ് ഓഫീസ്, സ്കൂള് ഒക്കെ എന്താണ് സെക്കൻഡറി ഗ്രൂപ്പിന് ഉദാഹരണമാണ്, ദ്വിതീയ സംഘത്തിന് ഉദാഹരണമാണ്. സോ ഇൻ ഇംഗ്ലീഷ് വി ക്യാൻ സേ സെക്കൻഡറി ഗ്രൂപ്പ് ആർ ലാർജ് ഗ്രൂപ്പ്സ്. Members are formal, impersonal relationships, and the members are in that group with a particular goal, that is goal-oriented membership. An example for secondary group is schools, government offices, trade union, then clubs, etc. Clear? Okay, so that is the first classification. So I am giving number as A, Roman letter A. So പ്രാഥമിക സംഘം, ദ്വിതീയ സംഘം, primary group and secondary group. പ്രൈമറി ഗ്രൂപ്പിന്റെ ടേം കണ്ടുപിടിച്ചാൽ ചാൾസ് H കൂളിയാണ്. ടെക്സ്റ്റ് ബുക്കിൽ അത് ഇല്ല എങ്കിലും ഒന്ന് ഓർത്തു വെച്ചു, ചാൾസ് H കൂളിയാണ്. ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ രണ്ടാമത്തതിലേക്ക് പോകുന്നു. രണ്ടാമത്തെ എന്താണ്? സമുദായം വേഴ്സസ് അസോസിയേഷൻ അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ സമാജം. ഇംഗ്ലീഷിൽ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി, കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ എന്നോ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി എന്നോ പറയുന്നു. നമുക്ക് അതിലേക്ക് പോവാം. ഇനി
ലക്ഷ്യപ്രാപ്തി കഴിഞ്ഞാൽ ദ്വിതീയ സംഘം ഇല്ലാതാകുന്നു. ഒരു ലക്ഷ്യപ്രാപ്തിക്ക് ശേഷം പെട്ടെന്നല്ല, ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കുന്നതല്ല, ലക്ഷ്യപ്രാപ്തിക്ക് ശേഷം ചിലപ്പോൾ ദ്വിതീയ സംഘം ഇല്ലാതാകാം. പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കുന്നു. ക്ലബുകൾ മാസത്തിൽ ഒന്നു ചേരുന്നു. യോഗം ലക്ഷ്യങ്ങൾ നേടാനാകും. ദ്വിതീയ ഗ്രൂപ്പിൽ ചിലപ്പോൾ പ്രാഥമിക ഗ്രൂപ്പും രൂപം കൊള്ളും. ഒരു വലിയ ദ്വിതീയ ഗ്രൂപ്പിനകത്ത് ചിലപ്പോൾ വളരെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉള്ള പിയർ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകാം, അല്ലെ, ചങ്ങാതി കൂട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ദ്വിതീയ ഗ്രൂപ്പിൽ ചിലപ്പോൾ പ്രാഥമിക ഗ്രൂപ്പ് രൂപം കൊള്ളുവാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തത്, ഇവിടെ നമുക്ക് ബി എന്ന് എഴുതണം കേട്ടോ. ബി എന്നുള്ള കാര്യം എഴുതാൻ മറക്കണ്ട. അപ്പോ രണ്ടാമത്തേതാണ് സമുദായം അഥവാ അസോസിയേഷൻ അല്ലെങ്കിൽ സമൂഹം. സമുദായം എന്ന് ഇത് മറ്റൊരാളുടെ ക്ലാസിഫിക്കേഷൻ ആണ്, അത് ഓർത്തു വെക്കുക. മറ്റ് പ്രാഥമികം ദ്വിതീയം എന്ന് പറഞ്ഞ ആളിന്റെ ക്ലാസിഫിക്കേഷൻ അല്ല, മറ്റൊരു സമൂഹ ശാസ്ത്രജ്ഞൻ സമൂഹത്തിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, സമുദായം എന്നും സമൂഹമെന്നും. സംഘങ്ങളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി സമുദായം എന്താണ്? സ്ഥിരമായ ഒരു സ്ഥലത്ത് താമസിക്കുന്ന, താല്പര്യങ്ങളും പ്രവർത്തനങ്ങളും പങ്കുവയ്ക്കുന്ന ചെറിയ സംഘങ്ങളാണ് സമുദായം. വ്യക്തിപരമായ അടുത്ത ദീർഘകാലമായുള്ള ബന്ധങ്ങൾ അംഗങ്ങളിൽ കാണാം. ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കുന്നു, ഗ്രാമപ്രദേശത്തിൽ നമ്മൾ കുറെ നാളായിട്ട് താമസിക്കുന്നു, അവിടെ സ്ഥിരമായ ഒരു സ്ഥലത്ത് താമസിക്കുന്നു, നമ്മുടെ താല്പര്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ പരസ്പരം പങ്കുവയ്ക്കുന്ന ചെറിയ സംഘങ്ങളാണ്. അടുത്ത ദീർഘകാലമായുള്ള ബന്ധങ്ങൾ ഈ സംഘങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ എന്ന ചിന്തയുണ്ട്. സമുദായം ഒരു പ്രാഥമിക സംഘവുമാണ്. സമുദായം നമ്മൾ മറ്റേ ആള് പറഞ്ഞ ആ ഒരു പ്രാഥമിക സംഘത്തിൽ ഉൾപ്പെടുന്നതാണ് എന്ത് സമുദായം എന്ന് പറയുന്നത്. ഉദാഹരണം എന്താണ്? ഗ്രാമം, അതുപോലെ തന്നെ നമുക്ക് കുടുംബം, പിന്നെ ഗ്രാമം, അതുപോലെ തന്നെ എന്ത് പറയാം, പിന്നെ വേണമെങ്കിൽ ഒരു രാജ്യത്തിനെയും വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ താമസിക്കുന്നു, താല്പര്യങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ട്, അത് ഏത് കോണ്ടെക്സ്റ്റിൽ പറയുന്നു എന്നതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ സമുദായം നമുക്ക് ഇപ്പൊ ഇവിടെ തൽക്കാലം ഗ്രാമം എന്നൊരു ഉദാഹരണം നോക്കാം. ഇനിയും രണ്ടാമത്തേതാണ് സമൂഹം അഥവാ സമാജം അഥവാ അസോസിയേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി അഥവാ അസോസിയേഷൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മറ്റതിന്റെ ഓപ്പോസിറ്റ് ആണ് അവ്യക്തമായ, സ്ഥായി അല്ലാത്ത, സ്ഥിരമല്ലാത്ത, വ്യക്തിപരമല്ലാത്ത, ആൾക്കാർ തമ്മിൽ വലിയ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഒന്നുമില്ല, വിശാലമായ കൂട്ടങ്ങളാണ് എന്ത് സമാജം അഥവാ സമൂഹം എന്ന് പറയുന്നത്. സമുദായത്തിന് നേർവിപരീതമാണ്. എന്താണോ സമുദായം? സമുദായം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് താമസിച്ച് സമാന താല്പര്യങ്ങളും പ്രവർത്തനങ്ങളും പങ്കുവയ്ക്കുന്ന ചെറിയ സംഘമാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇപ്പുറം. താല്പര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും, വ്യക്തിപരവുമല്ല, ബാഹ്യമായ ബന്ധം മാത്രമാണ് അസോസിയേഷനിൽ അല്ലെങ്കിൽ സമൂഹത്തിലുള്ളത്. ബാഹ്യമായ ബന്ധമാണുള്ളത്. സമാജം ഒരു ദ്വിതീയ സംഘമാണ്. ഒരു രാജ്യത്തിലെ ജനങ്ങൾ തമ്മിൽ പരസ്പരം ഒന്നും അറിയില്ല. ഒരേ ലിംഗക്കാര്, ഒരേ വർഗക്കാരൊക്കെ എന്താണ് അസോസിയേഷൻ അഥവാ സമൂഹം അഥവാ സമാജം എന്ന് നമുക്ക് പറയാം. അപ്പോ ഇവിടെ നമുക്ക് ഗ്രാമം മതി കേട്ടോ. രാജ്യം പറയുമ്പോൾ അവിടെ വീണ്ടും ഒരു കൺഫ്യൂഷൻ, ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അത് മാറും. അപ്പൊ നമുക്ക് ഇവിടെ രാജ്യം പറയുമ്പോൾ ഇപ്പുറത്തോട്ട് അത് പറയണ്ട. ഓക്കെ, നമ്മൾ വേൾഡിന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ രാജ്യം ഒരു സമുദായമായി മാറാം. മനസ്സിലായ? ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ രാജ്യം, ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും കൂടെ ഒന്നു ചേർന്ന് മുന്നോട്ട് പോകുന്നു. പക്ഷെ എങ്കിലും ആ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അവിടെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ ഗ്രാമം മാത്രം എഴുതാം. സമുദായം ഇപ്പുറത്ത് എന്താണ്? ഒരേ രാജ്യത്തിലെ ജനങ്ങൾ, ഒരേ ലിംഗക്കാർ, ഒരേ വർഗക്കാരൊക്കെ സമൂഹം അഥവാ സമാജത്തിന്റെ ഭാഗമായിട്ട് വരുന്നു. അതുപോലെ തന്നെ സമാജം ഒരു ദ്വിതീയ സംഘവുമാണ്, സമുദായം ഒരു പ്രാഥമിക സംഘവുമാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന് ബി എന്നും കൂടെ എഴുതുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. സ്വഗണം അന്യഗണവും അതുപോലെ പരാമർശ ഗ്രൂപ്പും പിയർ ഗ്രൂപ്പും. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. താങ്ക് യു.